വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണാം. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ സോഴ്സ് എന്താണ്, അതെങ്ങനെയാണ്, ഒരു പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഉർവശി ഭട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഉർവശി ഭട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം. ആ പോയിന്റ് ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതായിരിക്കും? ഓപ്ഷൻ എ വെല്ലൂർ ലഹള, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യ വിഭജനം, നിസ്സഹകരണ പ്രസ്ഥാനം. ഏതായിരിക്കാം? ഇന്ത്യ വിഭജനം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. ഉർവശി ഭട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടാണ്? അത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഇത് എവിടെ നിന്നാണ് വന്നത്? അതായത് പുതിയ SCERT ടെക്സ്റ്റ് ആയിട്ടുള്ള 10ാം ക്ലാസ്സിലെ 7th ചാപ്റ്റർ ആണ് കേട്ടോ. 7th ചാപ്റ്റർ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. അതായത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് ഇന്ത്യ വിഭജനം അല്ലെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ അല്ലെ, അതായത് സിന്ധ് പഞ്ചാബ് പ്രവിശ്യകൾ വിഭജിച്ച് പാകിസ്ഥാനും അതുകൂടാതെ ബംഗാളിലെ കുറച്ച് ഏരിയാസ് വിഭജിച്ച് കിഴക്കൻ പാകിസ്ഥാനുമായിട്ട് മാറി അല്ലെ. അതാണ് നമുക്ക് ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ ആ ഒരു പാകിസ്ഥാൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് വിഭജനം അദ്ദേഹത്തിന്, അതായത് ആ ഒരു ഉർവശി ഭട്ടാലിയുടെ ഒരു കൃതിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതർ സൈഡ് ഓഫ് സൈലൻസ് അല്ലെ, അതർ സൈഡ് ഓഫ് സൈലൻസ്. ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു കലാപത്തില് ഓരോ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ച, കുട്ടികൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് എന്നൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഉർവശി ഭട്ടാലിയ എഴുതിയ ഒരു കൃതിയാണ് അതർ സൈഡ് ഓഫ് സൈലൻസ്. ഇവിടെ നോക്കിയാൽ അറിയാം അതിന്റെ ചെറിയൊരു പോർഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. മൗനത്തിന്റെ മറുപുറം അല്ലെ, മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ ഉർവശി ഭട്ടാലിയ ഉദ്ധരിച്ച ഒരു വാർത്തയാണ് നമുക്ക് ആ ഒരു മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് പ്രസിദ്ധീകരിച്ചത് 1947 ഏപ്രിൽ 15 സ്റ്റേറ്റ്സ്മാനില് പ്രസിദ്ധീകരിച്ചതാണ്. അപ്പൊ ഇവിടെ വിഭജന കാലത്ത് പഞ്ചാബിലെ ജനങ്ങൾ അനുഭവിച്ച, അല്ലെങ്കിൽ പഞ്ചാബിലെ ജനങ്ങൾക്ക് സമാനമായിട്ട് നിരവധി അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട്, അതുകൂടാതെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓർമ്മകൾ ഈ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ആ ഓർമ്മകളുമായിട്ട് ജീവിക്കുന്ന ആ ഒരു ജനങ്ങൾ ഇന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ മനോഭാവങ്ങളും അഭിപ്രായങ്ങളൊക്കെ രൂപീകരിക്കുന്നതിൽ ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ വിഭജന കാലഘട്ടം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മാപ്പിൽ നോക്കിയാൽ അറിയാം. അപ്പൊ വിഭജന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭൂപടം തയ്യാറാക്കാൻ, ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സിറിൽ റാഡിക്ലിഫ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം. സിറിൽ റാഡിക്ലിഫ് ഒരു ബ്രിട്ടീഷ് അഭിഭാഷകനാണ്. അപ്പൊ അതിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ശുപാർശ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഈ കാണുന്ന, അല്ലെങ്കിൽ ആ വിഭജന സമയത്ത് ആ ഒരു ഭൂപടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പടിഞ്ഞാറൻ പാകിസ്ഥാൻ അല്ലെ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും കിഴക്കൻ പാകിസ്ഥാൻ എന്നും രണ്ട് പാകിസ്ഥാനായിട്ട് തിരിഞ്ഞു അല്ലെ. ബംഗാളില് നമുക്കറിയാം പശ്ചിമ ബംഗാൾ ഇന്ത്യയോടൊപ്പം ചേർന്നപ്പോ ബാക്കിയുള്ളത് കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സിന്ധ് പ്രവിശ്യകളും പഞ്ചാബ് പ്രൊവിൻസസുകളും പടിഞ്ഞാറൻ പാകിസ്ഥാനായിട്ട് ഇവിടെ മാറി. അങ്ങനെ രണ്ട് പാകിസ്ഥാൻ നമുക്ക് ആദ്യകാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ നമുക്ക് പറയുമ്പോൾ ഇന്ത്യ വിഭജനം മാത്രമല്ല, ഒരു ഹിന്ദു മുസ്ലിം ആ ഒരു വിഭജനം കൂടിയാണ് നടന്നത്. ഇവിടെയുള്ള അല്ലെങ്കിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും, അതുകൂടാതെ ഇവിടെയുള്ള മുസ്ലിംസുകൾ പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു മാപ്പ്, ആദ്യകാല ഒരു മാപ്പ് നമുക്കിവിടെ ഓർത്ത് വെക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു വിഭജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഒരു മാപ്പ്, അല്ലെങ്കിൽ ഒരു മാപ്പ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇനി അതുകൂടാതെ നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് സിൽഹേറ്റും ഹിതപരിശോധനയും എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. സിൽഹേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആസാം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആസാം പ്രൊവിൻസസിന്റെ ഭാഗമായിരുന്നു സിൽഹേറ്റ്. അവിടെ 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി, ഈ പോയിന്റുകളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹേറ്റിൽ ഒരു ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്തു.
തുടർന്ന് ഈ ഹിതപരിശോധനയെ തുടർന്ന് എന്താ സംഭവിച്ചത്? അതിന്റെ ഫലമായിട്ട് സിൽഹേറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ചേരുന്നതിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പൊ സിൽഹേറ്റിലെ കരിങ്കഞ്ച് പ്രദേശം മാത്രമാണ് ആസാം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയുടെ ഒപ്പം നിലകൊണ്ടത്. അപ്പൊ ഇത് ഓർത്തു വെക്കണം. സിൽഹേറ്റ് ഇപ്പോ അല്ലെങ്കിൽ സിൽഹേറ്റ് ആ സമയത്ത് ഏത് പാകിസ്ഥാനോട് കൂടിയാണ് ചേർന്നത്? കിഴക്കൻ പാകിസ്ഥാൻ അല്ലെ, കിഴക്കൻ പാകിസ്ഥാനോട് ചേരാനായിട്ടാണ് അവര് ആഗ്രഹിച്ചത്. ഹിതപരിശോധനയിൽ കിഴക്കൻ പാകിസ്ഥാനിനോട് ചേരാനായിട്ടാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. എന്നാണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്? 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ സിൽഹേറ്റിലും ഹിതപരിശോധന നടത്തിയത്. അവരാരോടൊപ്പം ചേർന്നു? കിഴക്കൻ പാകിസ്ഥാനോട് കൂടിയാണ് ചേർന്നത്. ഇനി ഈ സിൽഹേറ്റിലെ കരിങ്കഞ്ച്, ഈ പോയിന്റ് ഓർത്തു വെക്കണം, കരിങ്കഞ്ച് പ്രദേശം മാത്രമാണ് ആസാം പ്രൊവിൻസസിനോട് കൂടിച്ചേർന്നത്. അപ്പോൾ ഇന്ന് ഒരു പോയിന്റിൽ നമുക്ക് ഒത്തിരി ഫാക്ടുകൾ നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം തന്നെ പുതിയ SCERT പോർഷനിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസുകളും SCERT ചാപ്റ്റർ വെച്ചിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് LGS അല്ലെ, ഇത്തവണ നമുക്ക് LGS നേടാനായിട്ട് നമുക്ക് എന്താ ഒരു പുതിയ ഒരു SCERT ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഒത്തിരി അധികം നമുക്ക് ഇവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമുക്ക് ഇവിടെ പുതിയൊരു അല്ലെങ്കിൽ LGSനെ ബേസ് ചെയ്തിട്ട് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. അവിടെ കോഴ്സിൽ നമുക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, അതുകൂടാതെ ലൈവ് ക്ലാസ്സുകൾ, വീക്കിലി വരുന്ന ലൈവ് ക്ലാസ്സുകൾ, വീക്കിലി എക്സാംസുകൾ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി, അതുകൂടാതെ മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങളിവിടെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ കോൺടാക്ട് ചെയ്യുക 8590202323. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.